അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 3/7/2026 മർഹബൻ ബിസ്സൈഫ് എന്ന ശീർഷകത്തിൽ വേനൽക്കാലത്തിന് സ്വാഗതമരുളിക്കൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. കാലാവസ്ഥകൾ മാറി മറിഞ്ഞു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച അത്ഭുതകരമായ ഓരോ പ്രതിഭാസങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിനെ ഓർത്ത് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള വേളകൾ. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ. രാവിനെയും പകലിനെയും ഒക്കെ മാറ്റിമറിച്ചു കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. നാം ചൂടുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സൂര്യൻ്റെ താപനില വർദ്ധിച്ചു വരുന്ന സമയം. ആ സമയങ്ങളിലാണ് നമ്മുടെ പഴവർഗ്ഗങ്ങൾ പഴുത്ത് പാകമാകൽ. റബ്ബ് പറഞ്ഞല്ലോ, വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ ത്വൽഉൻ നളീദ് റിസ്ഖൻ ലിൽ ഇബാദ്. അള്ളാഹു അവൻ്റെ ദാസന്മാർക്ക് ഭക്ഷണമായി ഒരുക്കിത്തരുന്ന ഈന്തപ്പനകൾ അത് പാകമാകുന്ന സമയം. ഈ സമയത്ത് കുറേ അനുഗ്രഹങ്ങൾ ഭൂമിയിൽ ഉണ്ടായി വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അതൊക്കെ നമുക്ക് പ്രകടമായി കാണുകയാണ്. നമ്മൾ ഈ വേനലിന് സ്വാഗതമരുളുകയാണ്. നാം ഓരോ കാലാവസ്ഥകളെയും സ്വീകരിക്കണം. അത് അള്ളാഹു സംവിധാനിച്ച അവൻ്റെ ഓരോ ദൃഷ്ടാന്തങ്ങളാണ്. ചൂടുകാലം വരുമ്പോൾ ആ ചൂടുകാലത്തോട് നാം സമരസപ്പെട്ടു പോകണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കണം. നമുക്ക് ഈ ചൂടുകാലം ഒഴിവ് വേളകൾ കൂടിയാണ്, വിശാലമായ സമയം. അതിൽ നമ്മൾ നല്ലത് പ്രവർത്തിക്കണം. ആ സമയത്തെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം. തിരുനബി ഓർമ്മപ്പെടുത്തിയല്ലോ, നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സുഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളെപ്പറ്റി അധിക ആളുകളും ബോധവാന്മാരല്ല. ഒന്ന് അവരുടെ ആരോഗ്യ സമയം, മറ്റൊന്ന് അവരുടെ ഒഴിവ് വേളകൾ. ചിന്തിക്കുന്ന ആളുകൾ ഈ ഒഴിവ് സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്തും. അവർ പ്രത്യേക ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആ സമയം ചെലവഴിക്കും. അവർക്ക് ആ അവധിക്കാലം കഴിയുമ്പോൾ സ്വമേധയാ അവർ പല അറിവുകളും നേടിയെടുക്കും. അവരുടെ കഴിവുകൾ അവർ വികസിപ്പിച്ചെടുക്കും. നാം ഈ ഒഴിവുവേളകൾ ചെലവഴിക്കേണ്ടത് നമ്മുടെ കുടുംബത്തോടൊപ്പമാണ്. നമ്മുടെ ഭാര്യ മക്കളെ കൂട്ടി നമുക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനുമൊക്കെയുള്ള അവസരങ്ങളാണിത്. കുടുംബത്തോടുള്ള ബന്ധങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അവരോട് കൂടെ ഇരിക്കണം. അവരുടെ സംസാരങ്ങൾക്ക് ചെവി കൊടുക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുകുടുംബങ്ങളോടൊപ്പം എപ്പോഴും ചേർന്നിരിക്കുന്നവരായിരുന്നു. നമ്മുടെ മക്കൾക്കിടയിലും നമുക്കിടയിലുമുള്ള ഒരു നല്ല ബന്ധം, അവരുടെ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുക, അവരുടെ ആക്ടിവിറ്റീസുകളിലൊക്കെ നമ്മളും ഭാഗവാക്കാകുക, അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക. നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കാൻ നല്ല ഒരു അവസരമായി നമ്മളിതിനെ ചെലവഴിക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം എന്നവർ അവരുടെ മോനോട് പറഞ്ഞല്ലേ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. ഉപ്പ മോന് കൊടുത്തൊരു നല്ല ഉപദേശമാണ്. മോനെ, ആ കാര്യം അതെവിടെയാണെങ്കിലും അതൊരു കടുകുമണിയോളം എങ്കിലും അല്ലാഹു തആല അതറിയുകയും അതിനെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതൊരു പാറക്കെട്ടിനുള്ളിലോ ആകാശത്തിൻ്റെ ഏതെങ്കിലും കോണുകളിലോ ഭൂമിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ആണെങ്കിലും അള്ളാഹു അത് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും. അവൻ സൂക്ഷ്മജ്ഞാനിയും അവൻ കരുണ ചെയ്യുന്നവനുമാണ്. നമുക്ക് നമ്മുടെ കഴിവുകൾ പോഷിപ്പിക്കാനുള്ള ഒരു അവസരമാണിത്. നമുക്ക് നല്ല ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള സമയം, നമ്മുടെ സ്പോർട്സ് എക്സസൈസിലൂടെയൊക്കെ നമ്മുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരവസരമായി നമ്മളിതിനെ കാണണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യം ഈ
ചൂടുകാലത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്ക് സമാധാനവും ശാന്തിയും തരുന്ന കുറേ ഇടങ്ങൾ പ്രത്യേകം നമുക്ക് വേണ്ടി ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് ഭരണകൂടം. സഞ്ചരിക്കാൻ നിഴൽപാതകൾ, അതുപോലെ തന്നെ നല്ല വീടുകൾ, നമുക്ക് സുരക്ഷിതത്വത്തോടുകൂടി യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ, അതൊക്കെ ഈ രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. നാം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും അതിൻ്റെ വില മനസ്സിലാക്കുകയും ചെയ്യണം. നാം സഞ്ചരിക്കുന്നത് AC സംവിധാനമുള്ള വാഹനങ്ങളിലാണ്. നമ്മുടെ ജോലിയിടങ്ങളിലും നമുക്ക് AC സംവിധാനം ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മസ്ജിദിലേക്ക് പോവുകയാണെങ്കിലോ മസ്ജിദുകളിലും AC തണുപ്പിച്ച അന്തരീക്ഷത്തിലാണ്. വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയ അനുഗ്രഹമാണ്. നാം അതൊന്നും വിസ്മരിച്ചുകൂടാ. അതിനെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കുകയും റബ്ബിന് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ രാജ്യം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവർക്ക് സമയം ചെലവഴിക്കാൻ നല്ല ഗാർഡനുകൾ, അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾ, നല്ല കടൽ തീരങ്ങളൊക്കെ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അത് സന്ദർശകരെ ആകർഷിക്കുന്ന, നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുന്ന, കൂട്ടുകുടുംബങ്ങളൊക്കെ കൂട്ടി നമുക്ക് ടൈം പാസ് തരുന്ന നല്ല ഇടങ്ങൾ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണിനും കാതിനുമൊക്കെ കൗതുകം നൽകുന്ന, ആനന്ദം നൽകുന്ന ചെറിയ പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ ജലാശയങ്ങളും അരുവികളുമൊക്കെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആനന്ദിക്കാനും പറ്റുന്ന ഇടങ്ങൾ നമ്മുടെ ഭരണകൂടം നമുക്ക് വേണ്ടി ഒരുക്കിയത് അത് ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. എപ്പോഴും നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മുടെ ഭരണകർത്താക്കൾ നമുക്ക് ചെയ്തു തന്ന ഈ അനുഗ്രഹങ്ങൾ എപ്പോഴും ഓർമ്മയുള്ളവരാകണം. അള്ളാഹു ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ. ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.